CJP പ്രവർത്തകരുടെ സന്ദർശനത്തിന് പിന്നാലെ രാജസ്ഥാനിൽ ശോചനീയ അവസ്ഥയിലായിരുന്ന ക്ലാസ് മുറിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് മോചനം. ജയ്പൂരിലെ രാംപുര ഗ്രാമത്തിൽ സർക്കാർ സ്കൂൾ കെട്ടിടം മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയാണ് അധികൃതർ താത്കാലിക പരിഹാരം കണ്ടെത്തിയത്. 20 വിദ്യാർത്ഥികളെയാണ് പുതിയ ഇടത്തേക്ക് മാറ്റിയത്. സ്കൂൾ സന്ദർശിക്കവേ CJP കോ കൺവീനർ അശുതോഷ് റാങ്കേക്കും CJP പ്രവർത്തകർക്കും നേരെ കയ്യേറ്റം നടന്നിരുന്നു. അൽത്താഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൽത്താഫ്, ആ ദൃശ്യം നമ്മൾ കണ്ടതാണ്. അവിടെയുള്ളവർ വളരെ പ്രാകൃതമായ രീതിയിലായിരുന്നു ഈ CJP പ്രവർത്തകരെ ആക്രമിച്ചിരുന്നത്. പക്ഷേ അവരുടെ സന്ദർശനം എന്തായാലും ഒരു നല്ല കാര്യത്തിന് വഴിവെച്ചിരിക്കുന്നു. അവിടെ പശുത്തൊഴുത്തിന് സമീപം ആണ് ഒരു സ്കൂളും ക്ലാസ് മുറികളും ഉണ്ടായിരുന്നത്. അത് മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട്, യഥാർത്ഥമായും തന്നെ പ്രശ്നങ്ങളുണ്ട്. അതായത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് CJP പ്രവർത്തകർ അവിടെ പോയത് എന്നൊക്കെയായിരുന്നു ചില ആരോപണങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നത്. പക്ഷെ അവിടെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി നിലവിലൊരു നടപടിയും ഉണ്ടായിരിക്കുന്നു. അതിന് നിമിത്തമായിരിക്കുന്നത് CJP പ്രവർത്തകരുമാണ്. ശ്യാമിലി ഈ പറഞ്ഞതുപോലെ തന്നെ ഏതായാലും CJP ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അപ്പോഴും ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം CJP കഴിഞ്ഞ ദിവസം ജയ്പൂരിലെ രാംപുര ഗ്രാമത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് അവർക്ക് നേരെ കയ്യേറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവർ അപ്പോൾ പോയിട്ടുള്ള ആ ഒരു സ്കൂൾ തന്നെ, വിദ്യാലയത്തിൽ തന്നെയാണ് ഈ പശുത്തൊഴുത്തിന് സമീപത്ത് കുട്ടികൾ പഠിക്കുന്നതും അതേപോലെ തന്നെ എരുമ പുല്ലടക്കമുള്ള കാര്യങ്ങൾ തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലത്ത് നിന്നും തൊട്ടടുത്തുള്ള മറ്റൊരു വാടക കെട്ടിടത്തിൽ, വാടക വീട്ടിലേക്ക് മാറി എന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ ശാശ്വതമായിട്ട് പരിഹാരം ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് നല്ലൊരു രീതിയിലുള്ള വിദ്യാഭ്യാസം നേടാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഭൗതിക സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പുതിയ ദൃശ്യം, ആ വീടിൻ്റെ ദൃശ്യം പുറത്തു വരുമ്പോഴും ഒരു വീടിൻ്റെ വരാന്തയിൽ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് മുറിയോ മറ്റോ ഒന്നും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും CJP ഈ ഒരു വിഷയം ഉന്നയിക്കുകയും CJP അവിടെ എത്തുകയും അവർ ആ വിദ്യാലയം സന്ദർശിക്കുകയും വീഡിയോ പുറത്തു വരികയും എല്ലാം ചെയ്തതോടെ ആ പശുത്തൊഴുത്തിന് അടുത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും ശാശ്വതമായിട്ടല്ലാത്ത ഒരു ചെറിയ തരത്തിൽ താൽക്കാലികമായിട്ടുള്ള ഒരു മോചനം കുട്ടികൾക്ക് ലഭിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഏതായാലും ഈ ഒരു CJPയുടെ സ്കൂൾ ടീ കരോ എന്നുള്ള ഈ ഒരു പദ്ധതി രാജ്യവ്യാപകമായിട്ട് പോവുകയാണ്. രാജസ്ഥാനിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും CJP സന്ദർശിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ രാജസ്ഥാനിൽ നിന്നും ഈ ഒരു നടപടി ഉണ്ടായി അല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ കാണേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഇവർക്ക് നേരെ പ്രക്ഷോഭകർ അല്ലെങ്കിൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്ത സമയത്ത് BBC ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ പ്രദേശത്ത് പോയിട്ട് ഗ്രൗണ്ട് റിപ്പോർട്ടായിട്ട് തന്നെ BBC ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. BBC റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശോചനീയമായിട്ടുള്ള അവസ്ഥ, എരുമകളെ തൊട്ടടുത്തുണ്ട്, അതേപോലെ തന്നെ എരുമയും പോത്തും ഉള്ള അവരുടെ ചാണകമുള്ള അല്ലെങ്കിൽ എരുമക്കുള്ള പുല്ലുള്ള അതിന് തൊട്ട് സമീപത്ത് വെച്ചിട്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം BBC കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നും കുട്ടികൾക്ക് താൽക്കാലികമായിട്ടൊരു മോചനം കിട്ടിയെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ശ്യാമിലി, അൽത്താഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും